നമസ്കാരം. നീലക്കടമ്പിൻ പൂക്കൾ പോലെ അവളെൻ്റെ മുന്നിൽ വന്നു. സൗന്ദര്യം നിലനിർത്തുവാനും സൗന്ദര്യം വർദ്ധിപ്പിക്കുവാനും ആഗ്രഹമുള്ളവരാണ് നമ്മൾ മലയാളികൾ. അപ്പോൾ അതിന് അനുയോജ്യമായ റെഡിമെയ്ഡ് ഡ്രസ്സുകൾ, പ്രത്യേകിച്ച് വിവാഹ ദിനങ്ങളിലൊക്കെ സുന്ദരിയായി കാണുവാൻ കഴിയുന്ന ആ ബ്രൈഡൽ വർക്കുകളൊക്കെ ചെയ്തു തരുന്ന, കസ്റ്റമൈസ് ചെയ്തു തരുന്ന ഏറെ പ്രശസ്തമായ ഒരു സ്ഥാപനം. അതുതന്നെയല്ല, ഒരുപാട് വെറൈറ്റി റെഡിമെയ്ഡ് ഡ്രസ്സുകൾ ഇവിടെയുണ്ട്. നമ്മുടെ ലൈവ് ടിയുടെ എൻ്റയർ മീഡിയ ടീം പരിചയപ്പെടുത്തുന്ന ഈ സ്ഥാപനത്തിൻ്റെ പേര് മുട്ടുചിറയിലുള്ള ദീപ്സ് ബൊട്ടിക്. വ്യത്യസ്തമായ ഒരുപാട് ഉൽപ്പന്നങ്ങളുണ്ട്. അതേതൊക്കെ അറിയാം, പറയാം. കമോൺ. ഒരു മയിൽപ്പീലി വർണ്ണത്തിൻ്റെ ലോകത്ത് തന്നെയാണിപ്പോൾ നമ്മുടെ ദീപ്സ് ബൊട്ടിക്. അതിൻ്റെ MD രണ്ടുപേരുണ്ട്, ദീപക്കും രശ്മിയും. നമസ്കാരമുണ്ട് രണ്ടുപേർക്കും. വളരെ സന്തോഷമായിട്ട് അവരിയ്ക്കുന്നു. അപ്പോൾ വർണ്ണ ലോകത്തെ നമ്മുടെ ആ വിശേഷങ്ങളൊക്കെ നമ്മളോട് പങ്കുവെക്കുന്നത് മാഡമാണ്. മാഡം നമസ്കാരം. ഒന്നുകൂടെ നമുക്ക് എന്തൊക്കെ ഐറ്റംസാണ് ഇവിടെ ഉള്ളത്? ലെഹങ്കാസ് ഉണ്ട്, സാരീസ് ഉണ്ട്, മെറ്റീരിയൽസ് ഉണ്ട്, ചുരിദാർ, പിന്നെ ബാഗ്സ്. നമുക്ക് അതേപോലെ തന്നെ വിവാഹ ദിനങ്ങളിൽ സുന്ദരിയായി കാണുവാൻ എല്ലാവർക്കും ആഗ്രഹമാണ്. എന്നോടൊരാൾ പറഞ്ഞത് നമുക്കതിൻ്റെ അളവനുസരിച്ച്, ഷേപ്പ് അനുസരിച്ച് വെറൈറ്റി ആയിട്ട് ചെയ്തു തരുമെന്ന് പറഞ്ഞു. അതേക്കുറിച്ച്. അതെ, ഞങ്ങൾ അതായത് എല്ലാത്തരം വസ്ത്രങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് കല്യാണത്തിനാണ്. അപ്പം ഞങ്ങളുടെ കട്ടിംഗ് മാസ്റ്റർ എന്ന് പറയുന്ന പുള്ളിക്കാരൻ വളരെയധികം പേര് കേട്ട് ഇപ്പോൾ എറണാകുളത്താണ് പണിയെടുക്കുന്നത്. അദ്ദേഹം വളരെയധികം കുറേ ബ്രാൻഡഡിൽ വർക്ക് ചെയ്തു. കുറേ വലിയ ബ്രാൻഡ്സിന് വേണ്ടിയിട്ട് കല്യാണത്തിന് മാത്രമായിട്ട് കട്ടിങ് ചെയ്ത പുള്ളിയാണ്. അപ്പോൾ പുള്ളിക്ക് നല്ലൊരു 10-30 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ ഇപ്പം നമ്മളുമായിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. ആ ഒരു കട്ടിങ്ങിലാണല്ലോ ഇതെല്ലാം. എങ്ങനെയാണോ കട്ടിങ് വരുന്നത് ആ രീതിയിലായിരിക്കും തയ്ച്ചു വരുന്നുണ്ടാവും. അപ്പം ഞങ്ങളുടെ കട്ടിങ്, ഞങ്ങൾ ഇത്രയും എക്സ്പീരിയൻസ്ഡുള്ള ഒരു കട്ടിംഗ് മാസ്റ്ററെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് നിങ്ങൾക്ക് തന്നെ ഊഹിക്കാം. അതായത് നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ലാതെ ഫിറ്റ്, ഏത് ഫിറ്റാണോ ഒരു ഗുഡ് ക്വാളിറ്റി പ്രൊഡക്റ്റ്, അതെ, ആ ഫിറ്റിൽ നിങ്ങൾ കാണും. നിങ്ങൾ സുന്ദരിയായിരിക്കും. പിന്നെ നിങ്ങൾക്ക് കണ്ണാടി നോക്കേണ്ട ആവശ്യമില്ല, മറ്റുള്ളവർ വന്ന് പറഞ്ഞു തരും. നിങ്ങളാണ് പറയുന്നത് സുന്ദരിയായിരിക്കും. അതെ അതെ അതെ. അതേപോലെ തന്നെ മറ്റെന്തൊക്കെയാണ് നമുക്കുള്ളത്? പ്രധാനമായിട്ടും കുറച്ച് ബ്ലൗസസ്, അത് പുള്ളിക്കാരി പിന്നെ കട്ടോരി, പാരീസ്. പോരട്ടെ, കാര്യം ആകെപ്പാടെ തിരക്കാണ് കേട്ടോ. അതുകൊണ്ട് പുള്ളിക്കാരി ആകെപ്പാടെ ടെൻഷൻ നിൽക്കുന്നത്. നല്ല തിരക്കാണ്. കുറേ പേര് ഇങ്ങനെ കസ്റ്റമർ ഇങ്ങനെ നിൽപ്പുണ്ട്. അതുകൊണ്ടാണ് എന്താണ് അവരെ ശ്രദ്ധിക്കണോ ഇനി നമ്മുടെ ഈ പ്രോഗ്രാം ശ്രദ്ധിക്കണോ എന്നുള്ളതാണ്. അപ്പോൾ പറഞ്ഞാട്ടെ, ബ്ലൗസ് പീസുകളുണ്ട്, പിന്നെ പാരീസ് കട്ടോരി. ഇപ്പം ലേഡീസ് കൂടുതൽ ആവശ്യപ്പെടുന്ന ടൈപ്പൊക്കെ അതാണ് പ്രധാനമായിട്ടും. പ്രിൻസസ് കട്ടാണ് ഏറ്റവും കൂടുതൽ ആയിട്ട് പോകുന്നത്. നമ്മൾ ഈ ബാപ്റ്റിസം പോലുള്ള പ്രോഗ്രാമുകൾക്ക് ചിലപ്പോൾ കൊച്ചു കുട്ടികൾ അല്ലെങ്കിൽ വലിയ കുട്ടികളായിക്കോട്ടെ, അവർക്ക് ഫിറ്റായിട്ടുള്ള ഡ്രസ്സുകൾ ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ അവരുടെ അളവനുസരിച്ച് നമ്മൾ ഡ്രസ്സ് ചെയ്ത് എടുത്ത് തയ്ച്ചു കൊടുക്കുന്നുണ്ടല്ലേ? അതെ അതെ. ഇപ്പോഴെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏജ് വിട്ട് കഴിഞ്ഞാൽ, അപ്പോൾ 5-6 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു 17-18 വയസ്സുള്ള കുട്ടികൾക്ക് നമ്മൾ റെഡിമെയ്ഡ് ഷോപ്പിൽ പോയാൽ, വലിയ വലിയ തുണിക്കടയിൽ പോയാൽ ശരിക്കും അവർക്കുള്ള ഒരു ഐഡിയാപരമായ ഈ നമ്മൾ നോക്കുന്നത് ചിലപ്പോൾ കിട്ടില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് എന്താണ്, നമ്മൾ തയ്ക്കുകയാണ് കൂടുതൽ. ആ തയ്യൽ ഇപ്പം നമ്മൾ ഇവിടെ ഏറ്റെടുത്തിട്ടുണ്ട്. നമ്മൾക്ക് ഈ ഏജ് വരുന്ന കുട്ടികൾക്ക് എസ്പെഷ്യലി ഏത് തരം വേണമെന്നുണ്ടെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പം ഈ ഏരിയയിൽ കൂടുതലും മാമദിസ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഡ്രസ്സുകളും ഇപ്പം ഗ്രൂപ്പാണെങ്കിലും സിംഗിൾ ആണെങ്കിലും ഇതൊക്കെ നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ കല്യാണത്തിന്റെ കാര്യം, അവർ ആവശ്യപ്പെടുന്ന രീതിയിലാണോ നമ്മുടെ ഐഡിയാസോടെ അത് ചേർക്കും? എങ്ങനെയാണത്? അത് കസ്റ്റമറിൽ ഡിപ്പെൻഡ് ആണ്. ഇപ്പോൾ കസ്റ്റമർ വന്നിട്ട് പറയുന്നു ഇല്ല എൻ്റെ ഐഡിയ മാത്രം എടുത്താൽ മതി എന്ന് പറഞ്ഞാൽ ആ ഐഡിയ തന്നെ ചെയ്യും. ഇപ്പോൾ കസ്റ്റമറിന് വന്നിട്ട് ഇപ്പോൾ ഒരു കാഷ്വലായിട്ടൊരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ കസ്റ്റമർ കൊണ്ടുവരും ഒരു ഐഡിയ, അതിൻ്റെ കൂടെ നമ്മളും നമ്മുടെ സജഷൻസും ഐഡിയാസും പറഞ്ഞു കൊടുക്കും. ആ ഐഡിയ കസ്റ്റമറിന് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എടുത്താൽ നമ്മളെ ഭംഗിയായിട്ട് തയ്ച്ചു കൊടുക്കും.
അതാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. അത് ശരി. നമ്മളൊരു വർക്ക് ഇപ്പോൾ ഏകദേശം എത്ര ദിവസം വേണ്ടി വരും നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം? അത് ഓരോ വർക്കിനെ ഡിപ്പെൻഡ് ആണ്. ഇപ്പോൾ വർക്ക് കൂടുതലുണ്ടെങ്കിൽ ചിലപ്പം 2 ദിവസം, വർക്ക് കുറവാണെങ്കിൽ 1 ദിവസം. പിന്നെ വർക്ക് നമുക്ക് ഇവിടെ ഫുള്ളായി നിൽക്കുന്ന സമയത്തും നമ്മൾ ഇപ്പോൾ ഇവിടെ കുറേ ടൈലേഴ്സ്മാരുണ്ട്, നമുക്ക് ഏകദേശം ഒരു 10-12 ടൈലേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അടിച്ചു കൊടുക്കാൻ പറ്റും. നമുക്ക് വെയിറ്റിംഗ് ടൈം കൊടുക്കാതിരിക്കുക, ഒരാഴ്ച അവർ തിരക്കാണെങ്കിൽ മാക്സിമം ഒരാഴ്ച, അതല്ലെങ്കിൽ 1-2 ദിവസത്തിനുള്ളിൽ നമുക്കിത് ഫിനിഷ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ വരുന്ന ആളുകളൊക്കെ ഇപ്പോൾ ലേഡീസാണ് കൂടുതലായിട്ട് വരുന്നത്, അവർ ഈ ന്യൂ ടൈപ്പ് ഡ്രസ്സുകളൊക്കെയാണ് മാഡം കൂടുതൽ അവർ ആവശ്യപ്പെടുന്നത്? ഇപ്പം കൂടുതലായിട്ട് മൂവായിട്ട് ആണല്ലേ. ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഒരു ഐറ്റം ഏതാണ്? അതാണ്. പിന്നെ വേറെ റെഡി ടു ഓരോ ദിവസവും ഓരോ ടൈപ്പ് ഇങ്ങനെ വന്നിട്ടിരിക്കുക, ആ പാട് കൺഫ്യൂഷൻ അല്ലേ? ചെയ്തു വെച്ചതാണ് സെറ്റ് സാരി. അത് ശരി. അപ്പൊ അത് റെഡി ടു വെയർ ആണ്, ജസ്റ്റ് ഇടുക പോവുക. അതായത് നമ്മള് മറ്റേ പഴയ സാരി എടുക്കുന്ന പോലെ ബുദ്ധിമുട്ടൊന്നും ഇല്ല, അല്ല കറങ്ങി തിരിയുക അങ്ങനെ പരിപാടിയൊന്നും ഇല്ല. പെട്ടെന്ന് എടുക്കുക, ഉടുക്കുക, പോവുക. അതായത് നമ്മൾ ചുരിദാർ ഇടുന്ന പോലെ തന്നെ. അത് ശരി. ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്, റെഡി ടു വെയർ മതി. അപ്പൊ ഇതേപോലെ ഇപ്പൊ ഫെസ്റ്റിവൽ സീസണൊക്കെയാണ് വരുന്നത്, അപ്പൊ കോളേജിലും അതുപോലെ സ്കൂളിലും ഒക്കെ പോകുന്ന കുട്ടികൾക്ക് സാരിയൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നേരെ ജീവ്സ് ബുട്ടിക്കിലേക്ക് പോരും. കാര്യം എന്താണെന്നറിയാവോ? അത് പഴയ അമ്മച്ചിമാർ കൊടുക്കുന്ന പോലെ ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നും ഇല്ലെന്നേ, അങ്ങ് സെറ്റ് ചെയ്ത് പോകാവുന്നേ നമ്മുടെ കോട്ടാശ്ശേരിയും പറഞ്ഞാൽ അല്ലേ. അപ്പോൾ ഇതല്ലാതെ ഇനിയും വ്യത്യസ്തമായ വെറൈറ്റിയായ കുറേ ഉൽപ്പന്നങ്ങളുണ്ട്, അതൊക്കെ നമുക്കൊന്ന് നേരിൽ കാണാം. വരൂ. ഓണമായ ഡോമലാളെ നീ കൂടെ വാ, നമ്മൾ നേരത്തെ പറഞ്ഞ റെഡി ടു വെയർ. അപ്പോൾ അതിൻ്റെ പ്രത്യേകത ഇത് നമുക്കേ പല സൈസിലൊക്കെ കിട്ടുമോ? ഇപ്പോൾ കൊച്ചു കുട്ടികളുണ്ടാവും, വലിയവരുണ്ടാവും, ഞാൻ ചോദിച്ചേ. അല്ല, കൊച്ചു കുട്ടികൾക്കല്ല, മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് ഹൈസ്കൂൾ അല്ലെങ്കിൽ സ്കൂളിലൊക്കെ അതെ ചെയ്യാൻ പറ്റും. അവരുടെ മെഷർമെന്റ് എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിന്റെ എന്തൊക്കെയാണ് പ്രത്യേകത? ഇത് സാരി കൊടുത്തധികം കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. റെഡി ടു വെയർ ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് ഒരു 5 മിനിറ്റ്സിൽ നമുക്കിത് വെയർ ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലേ? അതെ. ശരി. അപ്പോൾ ഓമലല്ലേ അടുത്ത ഐറ്റം വരൂ. അപ്പോൾ സാറേ, നമ്മൾ ഓണത്തിൻ്റെ ഒരു പുതിയ ഐറ്റം നമ്മൾ പരിചയപ്പെട്ടു. അതെ. അപ്പോൾ ഇനിയിപ്പോൾ ഇത് നമ്മൾ റെഡിമെയ്ഡ് ബ്ലൗസ് ആണ് അല്ലേ? അതെ. ഇത് റെഡിമെയ്ഡ് ബ്ലൗസസ് ആണ്. ഇത് ഫ്രീ സൈസാണ് വരുന്നത്. പിന്നെ ഇത് നമുക്ക് എങ്ങനെ വേണേലും ആ മെഷർമെൻ്റ് എടുത്തിട്ട് ആ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആർക്കും വരിക, ജസ്റ്റ് ഒന്ന് എടുക്കുക, ഇവിടെ ആ മെഷർമെൻറ്റ് തരിക, അടുപ്പിക്കുക, അത്രേ വേണ്ടൂ. പിന്നെ ഇത് ഞങ്ങൾ വെറുതെ വെച്ചേക്കുന്നല്ല, അതായത് നമ്മളിത് സൂറത്തിൽ പോയിട്ട് സെലക്ട് ചെയ്ത് വന്നതാണ്. ഞങ്ങൾ വെറുതെ അവിടെ ഇവിടുന്ന് വിളിച്ച് പറഞ്ഞിട്ട് ഇങ്ങോട്ട് അയക്കുമെന്ന് പറഞ്ഞല്ല, ഞങ്ങൾ പോയി ഞങ്ങൾ സെലക്ട് ചെയ്ത് എന്നിട്ട് ഇവിടെ അറിയാലോ കേരളത്തിൽ എന്താണ് ഓടാൻ പറ്റിയതെന്ന് വെച്ച് ആ രീതിയിലൊരു മാർക്കറ്റിംഗ് ട്രെൻഡിലെടുത്ത സാധനങ്ങളാണ് ഇത്. അപ്പോൾ അതുപോലെ തന്നെ ഇതൊക്കെ നല്ല അടിപൊളി സാരീസ് ആണ്. ഇതൊക്കെ ഇതെല്ലാം സൂറത്താണോ? അല്ലല്ല, ഇത് നമ്മൾ കൊണ്ടുവന്നത് സേലത്തു നിന്നാണ്. സേലമാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കേന്ദ്രം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയും ഞങ്ങൾ പോയിട്ട് ഈ കേരളത്തിന് ഒത്തിണങ്ങിയ ആ ഐറ്റംസ് നോക്കിയിട്ട് എടുത്തോണ്ടോ. കേരളീയ തനിമ നിലനിർത്തുന്ന ഇതൊന്ന് കാണിച്ചു കൊടുത്തേ, ഓപ്പൺ ചെയ്ത്. വിത്ത് ബ്ലൗസ് പീസും ഒക്കെ ഉണ്ട് അല്ലേ? പിന്നെ വളരെ മനോഹരമായ വ്യത്യസ്തമായ ഡ്രസ്സുകളുടെ സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇത് വ്യത്യസ്തമായ മറ്റൊരു പ്രൊഡക്റ്റ് ആണ് അല്ലേ? അതെന്താണ്? ചുരിദാർ മെറ്റീരിയൽസ് ആണ്. ചുരിദാർ മെറ്റീരിയൽ ആണ്. അതായത് ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ഐറ്റം. ബിക്കോസ് നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്ത് തരും. ഇത് മെറ്റീരിയലാണ് തരുക, അളവ് തരുക, നമ്മൾ അപ്പുറത്ത് കൊണ്ടുപോയി സ്റ്റിച്ച് ചെയ്ത് നിങ്ങൾക്ക് അപ്പം തന്നെ തരുന്നതായിരിക്കും. എല്ലാം മനോഹരമായ ഡിസൈനുകളാണ്, പുതിയ ട്രെൻഡാണ്. ഇതെല്ലാം നമ്മൾ ഈ പറഞ്ഞ പോലെ സൂറത്തിൽ പോയിട്ട് എടുത്തുകൊണ്ട് വന്ന സാധനങ്ങളാണ്. ശരി. എല്ലാം വെറൈറ്റിയാണ്. ഇപ്പോഴത്തെ പുതിയ ട്രെൻഡുകളാണെല്ലാം. ശരി. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളർ പാറ്റേൺ ആണ് അത് വ്യത്യസ്തമാണ്. അതെ. അപ്പോൾ ഇതേപോലെ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ആർട്ടിഫിഷ്യൽ ജ്വല്ലറി എന്ന് പറയാം നമുക്ക്. ഇപ്പോഴത്തെ ട്രെൻഡാണ്. ഇപ്പം ഏത് ഫാഷൻ ഫങ്ഷനും ആൾക്കാർ പോയാൽ അവർ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഇങ്ങനത്തെ ജ്വല്ലറീസ് ആണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് കളക്ഷൻസ് ഉണ്ട്. മേഡം, ഇതൊരു വെറൈറ്റിയാണ് അല്ലേ? ഇതെന്താണിത്? ലെഹങ്ക. എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ? ഇത് ഹെവി വർക്കാണ് വരുന്നത്. ഇതിൽ സ്റ്റോൺ വർക്ക് വരുന്നുണ്ട്, ത്രെഡ് വർക്ക് വരുന്നുണ്ട്, അതുപോലെ മിറർ വർക്ക് വരുന്നുണ്ട്. ഈ മിറർ വർക്കൊക്കെ നമ്മൾ ഇവിടെ ചെയ്യുന്നതാണ്? അല്ല, ഇത് നമ്മൾ ചെയ്യുന്നതല്ല, നമ്മൾ ചെയ്തു കൊടുക്കും. പക്ഷേ ഇത് റെഡിമെയ്ഡ് ആണ്. ഇത് നമ്മൾ സൂറത്തിൽ പോയി സെലക്ട് ചെയ്ത് കൊണ്ടുവന്നതാണ്. നല്ല മെറ്റീരിയലാണ്. അതെ. ഇത് നമ്മൾ മാർക്കറ്റിൽ ഇപ്പോൾ ഇതിൻ്റെ ഒരു വില എന്ന് പറയുന്നത് 8,000-9,000 ഒക്കെയാണ്. ഞങ്ങളുടെ അടുത്ത് ഇത് വെറും 4,500 രൂപയുള്ളൂ. ശരി. നിങ്ങൾ വന്ന് കണ്ട് ഞാനൊരു മോഡൽ ആയാലോ എന്നൊരു അതായത് നമ്മുടെ കസ്റ്റമർ വന്ന് കണ്ടു കഴിഞ്ഞാൽ ആ കസ്റ്റമറിന് അത് മനസ്സിലാവും. ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ
ചേട്ടന് ഇതിനെപ്പറ്റി മനസ്സിലായെന്നുള്ളത് പറഞ്ഞായിരുന്നല്ലോ. അതെ അതെ അപ്പൊ അത് തന്നെയാണ് നമ്മുടെ കസ്റ്റമർ വന്ന് ഡയറക്റ്റ് നോക്കി കഴിയുമ്പോഴേ അവർക്ക് ആ ഫീലിംഗ് മനസ്സിലാവും. അതാണ് ശരിക്കും ഒരു വർണ്ണലോകം ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ശരിക്കും അന്വർത്ഥമാണ്, വെറുതെ പറഞ്ഞതല്ല കേട്ടോ. ആരെയും ഇഷ്ടപ്പെടുന്ന, ആരെയും ആകർഷിക്കുന്ന, ലേഡീസിനൊക്കെ ഒത്തിരിയും ഇഷ്ടപ്പെടുന്ന വെറൈറ്റി ആയിട്ട് ഇതൊക്കെ ഇട്ടെന്നിറങ്ങിയാൽ ആലോചിച്ച് നോക്കൂ. വ്യത്യസ്തമായ നിങ്ങളുടെ മാരിവിൽ വർണ്ണങ്ങൾ നിങ്ങളുടെ മുഖത്തിങ്ങനെ വരികയും ആരും നിങ്ങളെ ഒന്ന് ശ്രദ്ധിക്കും. ഇത് ഇത് ദുപ്പട്ട, അതിന്റെ ദുപ്പട്ടയാണ് അല്ലേ? ഇത് ബ്ലൗസ് വരുന്നത്. ഇത് ഓ ശരി. ഇത് വർക്കൊക്കെ ആയിട്ട് ഫുൾ വർക്ക്. ഒന്ന് വേറെ ചെയ്ത് പോകുമ്പോൾ ഒരു മാലാക തന്നെ. അതെ 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 അതെ. ഓ അത് ശരി, കണ്ടോ വാക്കുകൾ കവിതകളൊക്കെ വരുന്നു അവിടെ. അപ്പോൾ എന്തായാലും വ്യത്യസ്തമായ വെറൈറ്റി ഉൽപ്പന്നങ്ങളാണ് ഇവിടെയുള്ളത്. അതെ അതെ. ഇപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഇത് സോഫ്റ്റ് സിൽക്ക് സാരീസ് ആണ് ഇത് വരുന്നത്. ഇപ്പം നമുക്ക് ബ്രൈഡലിനൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും, ഈ ടൈപ്പ് സാരീസ് ഒക്കെ. നമുക്കിത് എത്ര രൂപ റേഞ്ച് മുതലാണ് വരുന്നത്? ഏറ്റവും കുറവ് എത്ര? നമുക്ക് സാരീസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് 300 രൂപ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓ ശരി. ഇതൊക്കെ നമ്മൾ കസ്റ്റമൈസ് ഡിസൈനിങ്ങിനെ ആവശ്യപ്പെടാറുണ്ടോ അതോ നമ്മൾ? അത് ഇതിൻ്റെ ബ്ലൗസിൻ്റെയൊക്കെ നമ്മൾ ബ്രൈഡലിൻ്റെയൊക്കെ വർക്ക് ചെയ്ത് കൊടുക്കുന്നതാണ് ഇത് സാരീസിൽ. മറ്റ് വെറൈറ്റീസ് ഇതിൻ്റെ കളർ ഒരുപാട് ചേഞ്ച്, വെറൈറ്റീസ് ഉണ്ടല്ലേ? ഇതിൻ്റെ കളേഴ്സാണ്. കളർ ചേഞ്ചസ് ഒരുപാടുണ്ട്. അതെ, മനോഹരമായ ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കുള്ള ഉടുപ്പുകളും നമ്മൾ ചെയ്യുന്നുണ്ടല്ലേ? അതെ അതെ. ഇത് ഞങ്ങളിവിടെ തയ്ച്ച ഒരു ഡ്രസ്സാണ്. ഓ ശരി. അതേപോലെ നമ്മൾ മറ്റുള്ള കുട്ടികളുടെ എല്ലാ ഡ്രസ്സുകളും തയ്ക്കുന്നുമുണ്ട്, റെഡിമെയ്ഡും ഉണ്ട്. അപ്പം കസ്റ്റമറിന് വേണ്ട പ്രകാരം നമ്മൾ ആ ഡ്രസ്സ് തയ്ച്ചു കൊടുക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ റെഡിമെയ്ഡ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റെഡിമെയ്ഡ് കൊടുക്കും. ഓ ശരി. ആയി ഇഷ്ടപ്പെട്ടോ ഉടുപ്പ്? സൂപ്പർ അല്ലേ? എടുത്തോ കേട്ടോ. അല്ല, ദീപ്തിലേക്ക് മെയിനായിട്ട് വരേണ്ടത് നിങ്ങളുടെ സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് തന്നെയാണ്. അതായത് ഞങ്ങളുടെ സ്പെഷ്യാലിറ്റി അത് തന്നെയാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു ഈ പരിസരത്തെങ്ങും ഞങ്ങളത്രയും ടോപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയില്ല. ഒരിക്കൽ വന്ന് നോക്കൂ. നമ്മൾ വെറുതെ വാക്ക് പറയുന്നതല്ല, നമ്മുടെ കട്ടിംഗ് മാസ്റ്റർ അത്രയും പെർഫെക്റ്റ് ആയതുകൊണ്ടും 30 കൊല്ലത്തെ എക്സ്പീരിയൻസ് ആയതുകൊണ്ടുമാണ് നമുക്കിത് പ്രൗഡ്ലി പറയാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ വരിക, എക്സ്പീരിയൻസ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കുക. അപ്പോൾ അദ്ദേഹം ആത്മാർത്ഥമായി പറഞ്ഞ വാക്കുകളാണ്. ഇടയ്ക്ക് അദ്ദേഹത്തിന് അവസരം കൊടുക്കുകയാണ്. അപ്പം എന്തായാലും ആ വർണ്ണലോകത്തെ വിസ്മയ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. നിങ്ങൾ ഇവിടേക്ക് വരണം. ഇവിടെ വന്ന് ഷോപ്പൊക്കെ സന്ദർശിച്ച് സൗന്ദര്യം നിങ്ങൾ വർദ്ധിപ്പിക്കുക. മിടുക്കരായി നിങ്ങൾക്ക് പോകാൻ അവസരമുണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ക്യാമറാമാൻ റിജോയ് പറവൂറിനും എൻറ്റയർ മീഡിയ ടീമിനും പ്രിയപ്പെട്ട 2 സ്നേഹിതർക്കുമൊപ്പം സൈനിങ് ഓഫ് ഷിയാദ് ചങ്ങനാശ്ശേരി. നമസ്കാരം.